ഹലോ എവരിവൺ, വെൽക്കം ടു FM മെഡോണ 39.25. പറയാം, പാടാം, കേട്ടു രസിക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ഇവാനിയ മരിയ 7th C. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നമ്മൾ ഇന്നൊരു പ്രത്യേക ദിവസത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എല്ലാ വർഷവും ജൂലൈ 11 നമ്മൾ ലോക ജനസംഖ്യാ ദിനം ആഘോഷിക്കുന്നത്. നമുക്ക് ചുറ്റും എത്ര ആളുകളുണ്ടെന്ന് കണക്കാക്കുന്നതിനെയാണ് ജനസംഖ്യ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സ്കൂളിൽ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എത്ര ആളുകളുണ്ടെന്ന് നോക്കുന്നതാണ് ജനസംഖ്യ. ഒരുപാട് ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വെള്ളം, ഭക്ഷണം, നല്ല വീടുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയെല്ലാം എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ജനസംഖ്യ കൂടുമ്പോൾ ഈ സൗകര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ എത്തിക്കാൻ ചിലപ്പോൾ പ്രയാസമാകും. അതുകൊണ്ട് ജനസംഖ്യയെക്കുറിച്ച് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ ദിനം. ലോക ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? നമ്മുടെ സ്വന്തം ഇന്ത്യ. ഇനി FM മെഡോണയിൽ വാരാന്ത്യ വാർത്തകൾ. കേരള ജനസംഖ്യയിൽ 60-ഉം അതിനു മുകളിലും പ്രായമുള്ളവരുടെ എണ്ണത്തിൽ അതിവേഗ വർധന. കേരളത്തിൽ 60 തികഞ്ഞവർ ജനസംഖ്യയുടെ 14.4%. പശ്ചിമ ബംഗാൾ, ഒഡീഷയ്ക്ക് മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. മൺസൂൺ തുടങ്ങിയ വർഷം വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പശ്ചിമ ബംഗാൾ മേഖലയിൽ രൂപപ്പെടുന്ന 4ാമത്തെ ന്യൂനമർദ്ദമാണിത്. വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് വിദ്യാഭ്യാസ വകുപ്പ്. തോൽവിയില്ലാത്ത ക്ലാസ് കയറ്റം എന്ന രീതിയിൽ മാറ്റം വരുത്തി 5 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉൽപ്പന്നം തടയുന്നതിനുള്ള കർശന നടപടിക്ക് ഊന്നൽ നൽകി ഈ അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടർ പുറത്തിറക്കി. നവി മുംബൈ രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം ആഗസ്റ്റിൽ നിന്ന് സെപ്റ്റംബർ 17 മാറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ അദ്ദേഹം തന്നെയായിരിക്കും ഉദ്ഘാടനം. അർദ്ധവാർഷിക പരീക്ഷകൾ ഡിസംബർ 11 മുതൽ 18 വരെ നടക്കും. ഡിസംബർ 19 മുതൽ ക്രിസ്മസ് അവധിക്കായി സ്കൂളുകൾ അടയ്ക്കും. അവധി കഴിഞ്ഞ് ഡിസംബർ 29 സ്കൂളുകൾ വീണ്ടും തുറക്കും. QIP മീറ്റിംഗിൽ രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന നേട്ട സർവേയിൽ നാസ് തലയെടുപ്പോടെ കേരളം. 2024 റിപ്പോർട്ട് അനുസരിച്ച് ആകെ മികവിൽ 65.33 പോയിന്റോടെ രാജ്യത്ത് രണ്ടാമതാണ് കേരളം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടത്തുന്ന പരീക്ഷണങ്ങളുടെ പുരോഗതി ISROയുമായി പങ്കുവച്ച് ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ല. തിരുവനന്തപുരം നഗരത്തിൽ ഹിറ്റായ നഗരക്കാഴ്ചകൾ ഡബിൾ ഡെക്കർ ബസ് ഇനി കൊച്ചിയിലും. നഗരത്തിൻ്റെ മനോഹാരിതയും കൊച്ചിയുടെ കായൽക്കാറ്റും ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള ഡബിൾ ഡെക്കർ ബസ് സർവീസ് ഈ മാസം 13 മുതൽ ആരംഭിക്കും. സ്കൂൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന മെഡോണ വാർത്തകളിലേക്ക് സ്വാഗതം. 2025-26 അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ജൂലൈ 15 ചൊവ്വാഴ്ച നടക്കുമെന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ ശോഭിത AC അറിയിച്ചു. 7ാം തരത്തിലെ കുട്ടികളാണ് സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. സോഷ്യൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഇലക്ഷനിൽ 1 മുതൽ 7 വരെ ക്ലാസ്സിലെ കുട്ടികൾ വോട്ട് ചെയ്യും. തികച്ചും ജനാധിപത്യപരമായി നടക്കുന്ന ഇലക്ഷനിൽ ഈ ബാലറ്റ് സമ്പ്രദായം നടപ്പാക്കും. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ശരിയായി വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കേൾക്കാം, പഠിക്കാം, ശാസ്ത്രവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന സയൻസ് പാർക്ക്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ദൂരെ കാണുന്ന ഓരോ നക്ഷത്രങ്ങളും യഥാർത്ഥത്തിൽ വലിയ സൂര്യന്മാരാണ്.
ചില നക്ഷത്രങ്ങൾ നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്ന അത്രയും വേഗത്തിൽ കത്തിയൊരിയുന്നു. അതായത് ഓരോ നിമിഷവും കോടിക്കണക്കിന് ഊർജം അവ പുറത്തുവിടുന്നു. ഇന്നത്തെ സയൻസ് പാർക്ക് നമ്മളുമായി പങ്കുവെച്ച 5Bയിലെ അയാനയ്ക്ക് നന്ദി. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ഈ ആഴ്ചത്തെ കറന്റ് ക്ലിക്സിൽ നിന്നുള്ള ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. യൂത്ത് ഏകദിന മത്സരങ്ങളിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ 14 വയസ്സുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന്റെ പേര്. കൂട്ടുകാരെ, കറന്റ് ക്ലിക്സിന്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 3:30 മുൻപ് ഓഫീസിന് മുൻപിൽ വെച്ചിരിക്കുന്ന ബോക്സിനുള്ളിൽ നിക്ഷേപിക്കാൻ മറക്കല്ലേ. നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കളിയും ചിരിയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് RJ ഇവാനിയ സൈനിങ് ഓഫ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM എഡൂണ 39.25. പറയാം, പാടാം, കേട്ടു രസിക്കാം.